ജിദ്ദ നിലമ്പൂർ മണ്ഡലം UDF കമ്മിറ്റി OICCയുടെയും KMCCയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈ മഹത്തായ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന സുഹൃത്ത് പ്രിയങ്കരനായ അബുട്ടി സാഹിബ്, വേദിയിൽ ഇതിൻ്റെ ചീഫ് കോർഡിനേറ്റർ എൻ്റെ സുഹൃത്ത് സുബൈർ വട്ടോളി, വേദിയിലിരിക്കുന്ന OICC സെൻട്രൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആദരണീയരായ ഹക്കീം സാഹിബ് പാറക്കൽ, KMCCയുടെ സൗദി നാഷണൽ കമ്മിറ്റിയുടെ ട്രഷറർ അഹമ്മദ് സാഹിബ് പാളയാട്ട്, പ്രിയങ്കരനായ സുഹൃത്ത് KMCCയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അരിമ്പ്ര അബൂബക്കർ സാഹിബ്, OICC നാഷണൽ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ പ്രിയങ്കരനായ അനിൽകുമാർ, KMCCയുടെ നാഷണൽ കമ്മിറ്റിയുടെ കാര്യദർശി പ്രിയങ്കരനായ സുഹൃത്ത് നാസർ വള്ളിയങ്കോട്, OICC ഗ്ലോബൽ കമ്മിറ്റിയുടെ ഭാരവാഹി പ്രിയങ്കരനായ CM ആക്കോട്, അതുപോലെ KMCC സെൻട്രൽ കമ്മിറ്റിയുടെ കാര്യദർശി VP മുസ്തഫ സാഹിബ്, OICC മലപ്പുറം ജില്ലാ കാര്യദർശി പ്രിയപ്പെട്ട ഇസ്മായിൽ സാഹിബ്, മലപ്പുറം ജില്ലാ KMCCയുടെ അധ്യക്ഷൻ ഇസ്മായിൽ സാഹിബ് മുണ്ടുപറമ്പ്, അതുപോലെ ജില്ലാ KMCCയുടെ സെക്രട്ടറി നാണിമാഷ് മലപ്പുറം, ഈ ചടങ്ങിൻ്റെ സംഘാടകരായ സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട അനസ് അത്തിമണ്ണിൽ, പ്രിയപ്പെട്ട ഉണ്ണി സാഹിബ്, അതുപോലെ ജലീൽ മാടമ്പ്ര. സർവോപരി ഈ ചടങ്ങിന് ഞാൻ എത്തിച്ചേരുമ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്ന എൻ്റെ കൂടെ മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തക സമിതി അംഗമായ പ്രിയപ്പെട്ട റഹ്മാൻ സാഹിബ്, ഈ വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള ജനാധിപത്യ ചേരിയുടെ മുന്നണി പോരാളികളായ സഹോദരി സഹോദരന്മാരെ, നല്ലവരായ പ്രവാസി സുഹൃത്തുക്കളെ, ഇവിടെ നടക്കുന്ന ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ജിദ്ദയിൽ ഇതിനു മുമ്പ് വരുമ്പോഴൊക്കെ എന്നെ സ്വീകരിച്ചിരുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ, ഒന്ന് ഗഫൂർ വെട്ടുപാറ, അതുപോലെ പ്രിയപ്പെട്ട അസ്ലം, ഞാൻ ആ രണ്ട് പേരെയും ഈ സമയത്ത് ഓർക്കുകയാണ്. എപ്പോൾ ജിദ്ദയിൽ വന്നാലും കൂടെ ഒരു നിഴൽ പോലെ പിന്തുടർന്നിരുന്ന എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ഇല്ലാത്ത ആദ്യത്തെ സദസ്സ് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കരനായ നമ്മുടെ സാരഥി ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം സുനിശ്ചിതമാക്കി അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നല്ലൊരു പ്രകടനവും തന്നെ ഇവിടെ നടത്തി. ചുങ്കത്തറ അങ്ങാടിയിൽ പോയ പോലെ, എടക്കരയിൽ സഞ്ചരിക്കുന്നത് പോലെ, പാലേമാടും അതുപോലെ ഉള്ള പ്രദേശങ്ങളിലൊക്കെ കറങ്ങും പോലെ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. പ്രവാസ ലോകത്തെത്തിപ്പെട്ടിട്ടും ജനാധിപത്യ ചേരിക്ക് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങളുടെ ഉപജീവന മാർഗത്തിൻ്റെ ഇടയിലും ജീവിക്കാൻ വേണ്ടി പാടുപെടുമ്പോഴും സ്വന്തത്തെ ഓർത്തുകൊണ്ട് നമ്മുടെ മാതൃരാജ്യത്ത് സ്വസ്ഥമായി കഴിയാനുള്ള സാഹചര്യം ഒത്തിണക്കുന്നതിന് വേണ്ടിയാണ് ഈ ആവേശം നിങ്ങളിൽ കുടികൊള്ളുന്നത് എന്നെനിക്കറിയാം. ഒരു ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ വന്നതിൻ്റെ കാര്യകാരണം ഞാൻ വിശദീകരിക്കാതെ എല്ലാവർക്കും അറിയാം. അപ്പുറത്തെ കൂടാരത്തിൽ നിന്ന് രാജിവെച്ചൊഴിഞ്ഞ് ഭരണത്തലവനെതിരെ പറയാൻ മടിച്ചതൊക്കെ പറയേണ്ടത് പറയേണ്ട കോലത്തിൽ പറഞ്ഞ് അധികാരിവർഗത്തിൻ്റെ എല്ലാ നിലക്കുമുള്ള പേക്കൂത്തുകളെ ജനസമക്ഷം അവതരിപ്പിച്ച് മുന്നേറുന്നൊരു സാഹചര്യത്തിലാണ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. അഥവാ നിലവിലുണ്ടായിരുന്ന ഇടതുപക്ഷ പ്രതിനിധി രാജിവെച്ചൊഴിഞ്ഞ് പുതിയ ജനപ്രതിനിധിയെ കണ്ടെത്താനുള്ള ഉപതെരഞ്ഞെടുപ്പ്. ആര്യാടൻ മുഹമ്മദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പേ വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പലപ്പോഴായി കാണാറുണ്ട്. എൻ്റെ മകളുടെ കല്യാണത്തിന് ക്ഷണിച്ചപ്പോൾ തീർച്ചയായും വരും എന്ന് പറയുമ്പോഴും അദ്ദേഹം ആരോഗ്യവാനായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് കീഴടങ്ങി അദ്ദേഹം ഒരിക്കലും മരിക്കാത്ത ലോകത്തേക്ക് പോയിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാ മന്നൻ, ജനാധിപത്യ ചേരിക്ക് ഏറെ പ്രിയങ്കരൻ,
പലപ്പോഴായി രാഷ്ട്രീയ ചൂടും ചുണയും എരിവും പുളിയും ജനകീയ സഭയിൽ തന്ത്രപരമായി പ്രയോഗിക്കുന്ന രാഷ്ട്രീയക്കാരൻ. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി നിലമ്പൂരിൻ്റെ മണ്ണിൽ നിന്ന് പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ പുത്രൻ ആര്യാടൻ ഷൗക്കത്ത് തന്നെ മത്സരിക്കുന്നു എന്നറിയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തെന്ന നിലയിൽ എനിക്ക് അതിയായ സന്തോഷമാണ്. കാരണം അവിടുത്തെ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ ഇടപെട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ആരെന്തു പറഞ്ഞാലും അത് നോട്ട് ചെയ്ത് അതെല്ലാം അണപ്പായി കിട്ടിയോ വന്നോ ലഭിച്ചോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തുന്നതിൽ നിതാന്ത ജാഗ്രത പുലർത്തി ജനസഭകളിൽ നമുക്ക് ഏറെ ആവശ്യമായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥിര സീറ്റായ അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരം. കൈപ്പത്തി ചിഹ്നത്തിൽ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പല ആളുകളും സംശയം പ്രകടിപ്പിക്കുന്നു. അതിലവർ കൂടുതലായി ഉന്നയിക്കുന്നത് എൻ്റെ പാർട്ടി മുസ്ലിം ലീഗിൻ്റെ വോട്ടിനെ കുറിച്ചാണ്. ഈ സാധുക്കൾ എവിടെയാണ് ജീവിക്കുന്നത് എന്നെനിക്കറിയില്ല. സ്ഥിരമായി കോണിക്ക് വോട്ട് ചെയ്ത തിരൂരങ്ങാടിയിൽ കൈപ്പത്തി പരീക്ഷിച്ച് വിജയിപ്പിച്ച മണ്ണാണ് നമ്മുടെ മണ്ണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൈപ്പത്തി ചിഹ്നത്തിൽ AK ആൻ്റണി തിരൂരങ്ങാടിയിൽ മത്സരിക്കുമ്പോൾ പല വസ്വാസുകളും ഇതുപോലെ ഉണ്ടാക്കിയിരുന്നു. കുഞ്ഞാലിക്കുട്ടി സ്വകാര്യം പറഞ്ഞ് പാണക്കാട്ട് തങ്ങൾ കോൺഗ്രസ്സിന് സീറ്റ് വിറ്റിരിക്കുന്നു എന്ന് ചില ആളുകൾ പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു ഈ തിരൂരങ്ങാടിയുടെ മണ്ണിൽ ആൻ്റണിയോ, ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല, ഇടതുപക്ഷത്തിൽ ഇന്ന് ഏറെ വേദി പങ്കിടുന്ന ഒരാൾ തിരൂരങ്ങാടിയിലും ചെമ്മാടും വന്ന് പ്രസംഗിച്ചത് ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആൻ്റണിയോ എന്നാണ്. കാഫിർ പ്രയോഗത്തിൻ്റെ പഴയ പതിപ്പ്. ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആൻ്റണിയോ എന്ന് ചോദിച്ചാൽ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഒരു അച്ചായനോ എന്നാണ് പച്ച മലയാളം. വേറൊരാൾ പറഞ്ഞു പള്ളി പൊളിച്ച കൈപ്പത്തി. ഇന്ന് അവർ പിന്തുണ കൊടുത്തിരിക്കുകയാണ്. ആളെ ഞാൻ പറയുന്നില്ല. പള്ളി പൊളിച്ച കൈപ്പത്തി, ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആൻ്റണിയോ. നിങ്ങൾ ചെയ്യേണ്ടത് ആർക്കാണ്? എന്നെ കരീമിന്. എന്താ? മുസ്ലിം സമുദായത്തിൻ്റെ പേരുള്ള തിരൂരങ്ങാടിയിൽ കരീം മത്സരിച്ചാലാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് ജാതിയും മതവും പറയാതെ പറയിപ്പിക്കുക. മാത്രമല്ല, അന്ന് ദേശാഭിമാനി പത്രം എഴുതിയത് കാത്തു സൂക്ഷിച്ച ലീഗിൻ്റെ മണ്ഡലം കാക്ക കൊത്തിപ്പോകും എന്നാണ്. ഉണ്ടായത് എന്താണ്? എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കുടുംബയോഗം ഞാൻ കാണുന്നത് തിരൂരങ്ങാടിയിൽ വെച്ചാണ്. അന്ന് ഒട്ടുമ്മൽ കടപ്പുറത്ത് നമ്മുടെ വല്യമ്മമാരെ സംഘടിപ്പിച്ചിരുത്തി നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. വല്യമ്മ പ്രാവശ്യം കോണില്ല ഏണില്ല, കൈപ്പത്തി നമ്മളിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് ഫലിപ്പിക്കുകയാണ്. അങ്ങനെ ആ കുടുംബയോഗം കഴിഞ്ഞ് വരുന്ന വല്യമ്മമാരെ പത്രക്കാരൻ തടഞ്ഞു നിർത്തി. അന്ന് ചാനലുകാരെ പ്രസവിച്ചിട്ടില്ല, അന്ന് ചാനൽ ജനിച്ചിട്ടില്ലായിരുന്നു. മാതൃഭൂമി പത്രത്തിൻ്റെ റിപ്പോർട്ടർ വന്ന് കുടുംബയോഗം കഴിഞ്ഞ് വരുന്നൊരു വല്യമ്മാനെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ച ചോദ്യം, അല്ല വല്യമ്മ, ഈ ഏണിക്ക് കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെയാ കൈപ്പത്തിക്ക് ചെയ്യുക? എങ്ങനെ? ഈ ഏണിക്ക് കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെയാ ഈ കൈപ്പത്തിക്ക് ചെയ്യുക? ഇവിടെ കാത്തു സൂക്ഷിച്ച ലീഗിൻ്റെ മണ്ഡലം കാക്ക കൊത്തിപ്പോകും എന്ന് പാട്ട്. അന്ന് ദേശാഭിമാനി എഴുതുക മാത്രമല്ല, അന്നത്തെ പാട്ടൻ അതായിരുന്നു. ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആൻ്റണിയോ എന്നൊരാൾ, പള്ളി പൊളിച്ച കൈപ്പത്തി എന്ന ബാബരി പതനത്തിന് ശേഷം വേറൊരാൾ, ആലി മുസ്ലിയാരുടെ മണ്ണിൽ ആൻ്റണിയോ എന്ന് വേറൊരാൾ. ഇതിനിടയിലാണ് വോട്ടർമാരായ വല്യമ്മമാരെ വസ്വാസിലാക്കാൻ പത്രക്കാരൻ, അല്ല വല്യമ്മ, ഈ ഏണിക്ക് കോണിക്ക് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെയായി കൈപ്പത്തിക്ക് ചെയ്യാം? ആ വല്യമ്മ നിലത്ത് കിടക്കുന്നൊരു കൊള്ളിക്കഷ്ണം എടുത്തിട്ട് പത്രക്കാരനോട് പറഞ്ഞടാ മോനെ, ഇതാണ് ചിഹ്നം എന്ന് പാണക്കാട്ട കുട്ടിയോട് പറഞ്ഞാൽ വോട്ട് തിമ്മുണ്ടാവും, ചിലക്കാതെ പോടാ അവിടുന്ന് പറഞ്ഞത്. ആ വല്യമ്മാൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയാണ് നമ്മെ നയിക്കുന്നത്. പിന്നെന്താണ് നിലമ്പൂരിൽ നമുക്ക് കൺഫ്യൂഷൻ?
നിങ്ങളറിയണം, നഹാസാഹിബിനും അബ്ദുറബിനും നേരത്തെ തിരൂരങ്ങാടിയിൽ കോണിച്ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളും വാങ്ങിയതിനേക്കാൾ വമ്പൻ ലീഡ് ശ്രീമാൻ AK ആൻ്റണിക്ക് നൽകി. പട്ടും വളയും നൽകി പച്ച പരവതാനി വിരിച്ച് അധികാര ഗോപുര നടയിലേക്ക് നടത്തിക്കൊണ്ടുപോയ മുന്നണിയാണ് ഐക്യജനാധിപത്യ മുന്നണി. ആ മുന്നണിയിലെ വസ്വാസിലാക്കിയിട്ട് കാര്യമില്ല. ആ വല്യമ്മാൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധത, ഒരു MBBS പാസ്സാകാത്ത, ഒരു നാടിമിടിപ്പും പരിശോധിച്ചാൽ ഒരു യോഗ്യതയുമില്ലാതെ പറയാൻ കഴിയുന്ന ആ വല്യമ്മ ആ പത്രക്കാരനോട് പറഞ്ഞ മറുപടി തന്നെയാണ് നിലമ്പൂരിലും ബാക്കി നിൽക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതൊരു ചെറിയ സംഭവമല്ല. കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണത്തലവനെതിരെ ആരും പറയാൻ മടിച്ചിരുന്ന കാര്യം നേരെ ചൊവ്വെ പറയാൻ ജനമധ്യത്തിലേക്ക് ഇറങ്ങി ആ കൂടാരത്തിൽ നിന്ന് വന്ന ഒരാൾ രാജിവെച്ച ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അൻവർ നിലമ്പൂർ അങ്ങാടിയിലും അരീക്കോടും മാത്രമല്ല പ്രസംഗിച്ചത്, കളമശ്ശേരിയിൽ പ്രസംഗിച്ചു, കോഴിക്കോട് പ്രസംഗിച്ചു, എറണാകുളത്ത് പ്രസംഗിച്ചു. അൻവർ അങ്ങനെ മജീദ് ഗുരുക്കൾ തൈലം വെക്കാൻ നടക്കുന്ന ഏരിയ നടന്നു പറഞ്ഞു ജനങ്ങളോട്. അൻവർ ചെല്ലുന്നിടത്തൊക്കെ ആൾക്കൂട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, മജീദ് ഗുരുക്കൾ വരുമ്പോൾ തരിപ്പ്, കടച്ചിൽ, വാദം എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ കൂടും. ആ ആളുകൾ ഇങ്ങനെ കൂടുമ്പോൾ അതുവരെ ആ കൂടാരത്തിൽ പറയാൻ മടിച്ചവരും ഈ തിരുമൊഴിക്ക് മറുമൊഴിയില്ല എന്ന് ധരിച്ചവരൊക്കെ എവിടെ നിന്ന്, പുന്നപ്രയിൽ നിന്ന്, വയലാറിൽ നിന്ന്, എവിടെ നിന്ന്, മൊറാഴാക്കുന്നിൻ്റെ അവിടുന്ന് വരെ പ്രസംഗം കേൾക്കാൻ മതിയുണ്ട്. മൊറാഴാക്കുന്ന് പറഞ്ഞ റഹ്മാൻ സാഹിബെ വരെ ഉഹുദ് മലയാണ്, അവിടുന്നാണ് വന്നത്. അവിടെ വന്നു കേട്ടു അൻവറാക്ക് എന്താ പറയുന്നത് നോക്കട്ടെ എന്ന്. നമ്മളറിയണം, കേരളത്തിൻ്റെ ഭരണത്തലവനെതിരെ വിധി എഴുതാനുള്ള ഗോൾഡൻ ചാൻസാണ് നിലമ്പൂർക്കാർക്ക് കൈവന്നിരിക്കുന്നത്. മുണ്ടുടുത്ത മോഡി എന്ന് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയോ ചെന്നിത്തലയോ VD സതീശനോ അല്ല, പന്നിൻ രവീന്ദ്രനും കാനം രാജേന്ദ്രനുമാണ്. തൃശ്ശൂർ പൂരം കലക്കി BJPക്ക് അവസരമുണ്ടാക്കി എന്ന് പറഞ്ഞതാരാ? അവിടെ തോറ്റ മുരളീധരനോ കോൺഗ്രസോ അല്ല, സുനിൽകുമാർ ഇടതുപക്ഷ കൂടാരത്തിലെ ഒരു മന്ത്രിയാണ്. ഈ ആഭ്യന്തരമന്ത്രി രാജ്യത്തിൻ്റെ ഗതി മാറ്റി എഴുതുന്നു എന്ന് പറയുന്ന ഒരു MLA, നിലമ്പൂരിലെ MLA ആണ്, ഇടതുപക്ഷക്കാരനാണ്. അതിനെതിരെ വിധി എഴുതാനുള്ള സുവർണാവസരമാണ് നിലമ്പൂർക്കാർക്ക് കൈവന്നിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാം മറക്കേണ്ട ദിവസമാണെന്ന്, എല്ലാം ഓർമ്മിക്കേണ്ട ദിവസമല്ല. ഇന്ന് നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും ദുരിതം പേറുകയാണ്. എന്താ കാരണം? എണ്ണത്തിൽ വ്യത്യാസം വന്നതുകൊണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ പറയുന്ന അക്കം നിങ്ങളെ മനസ്സിൽ ഓർമ്മ വേണം. 540ഓളം വരുന്ന പാർലമെൻറ്റ് അംഗങ്ങൾ, 270 അതിൻ്റെ നേർപകുതി. 271 ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണ്. 140 കേരളത്തിൻ്റെ നിയമസഭാ അംഗം, നേർപകുതി 70. 71 വന്നാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശനോ രമേശ് ചെന്നിത്തലയോ നമ്മുടെ കൂടാരത്തിൽ നിന്ന് സുധാകരനോ ആരാണോ നാം തീരുമാനിക്കുന്നത് അവരാണ്. ആളെ കുറവുണ്ടായത് കൊണ്ടാണ് നമ്മൾ ഈ ദുരിതം പേറുന്നത്. അത് എണ്ണുമ്പോൾ ആ സീറ്റിൽ നിലമ്പൂർ പെടണം, കുറ്റിപ്പുറം പെടണം, കോട്ടക്കൽ പെടണം, തിരൂര് പെടണം, വണ്ടൂർ പെടണം. നമ്മൾ എല്ലാം മറക്കേണ്ടത് അന്നാണ്. എൻ്റെ മുന്നണി പ്രവർത്തകരെ, ലീഗുകാരെ, കോൺഗ്രസ്സുകാരെ, നമ്മളെക്കൊണ്ട് നമ്മുടെ പാർട്ടിക്കും മുന്നണിക്കും ഉപകാരം വോട്ടിൻ്റെ അന്നാണ്, ജാഥൻ്റെ അന്നല്ല, വോട്ടിൻ്റെ അന്നാണ്. ഒരു പെട്ടി, പടച്ച റബ്ബും നമ്മളും മാത്രം അറിയുന്ന ഏർപ്പാട്. അന്നെല്ലാം പക തീർക്കാനുള്ളതല്ല, അന്ന് നമ്മളെല്ലാം മറക്കേണ്ട ദിവസമാണ്. എണ്ണുമ്പോൾ ഒരാളെ നമുക്ക് അധികം കിട്ടണം. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു കഴിഞ്ഞു, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൻ്റെ സെമിഫൈനലാണെന്നാണ്. കാത്തിരിക്കുകയാണ് കേരളം, കണ്ണിൽ എണ്ണയൊഴിച്ചിരിക്കുകയാണ്. മുതൽ നമ്മളെ കയ്യിലുണ്ട്. കോൺഗ്രസ്സുകാരും ലീഗുകാരും വോട്ടർമാരാണ്. നമ്മുടെ കയ്യിൽ മുതലുണ്ട്.
നമ്മളെല്ലാം മറന്നൊന്ന് ആഞ്ഞ് വോട്ട് ചെയ്താൽ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാവില്ല. നമ്മുടെ സബൂറിൻ്റെ കുറവ് കൊണ്ടാണ്. ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് തോന്നും അതങ്ങനെ ആവരുത്, ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ അവനാവരുത് ഇവനാവരുത്. അതല്ല, നമ്മളെല്ലാം മറക്കണം. നമ്മളെല്ലാം മറന്നുകൊണ്ട് നമുക്ക് ആരാണോ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് പിന്നെ അവരുടെ കൂടെയാണ്. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മാസം കണ്ടാൽ പിന്നെ പെരുന്നാളാണ്, പിന്നെ കാലിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതാണ്, ആരെയാണോ പ്രഖ്യാപിച്ചത് അതിൻ്റെ കൂടെ നിൽക്കണം. ഇടതുപക്ഷത്തിൽ അവരെല്ലാം മറക്കുന്നത് വോട്ടിൻ്റെ അന്നാ, പിന്നെ തല്ലുണ്ടായാലും. നമ്മളെല്ലാം ഓർക്കുന്നത് അന്നാകുമ്പോഴാണ് നമ്മൾ അധികാരത്തിൽ വരാതിരിക്കുന്നത് എന്നാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരിക്കൽ LDF, പിന്നെ UDF, ഒരിക്കൽ UDF, പിന്നെ LDF. ഇതിൻ്റെ ദുരന്തം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ചെറിയ സംഭവമാണോ? ഇപ്പം തന്നെ നിലമ്പൂരിലെ രാഷ്ട്രീയ ചിത്രം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. BJP തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന് ആലോചിച്ചു ചിന്തിച്ചു. വളരെ വൈകിയാണ് അവർ സ്ഥാനാർത്ഥിത്വം വരെ നിർണയിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്? തൃശ്ശൂരിൽ ജയിക്കാൻ പൂരം കലക്കി എന്ന് ഇടതുപക്ഷ കൂടാരത്തിലെ ഒരു മന്ത്രി സുനിൽ കുമാർ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണ്ടേ? ഇദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പ്, ഇദ്ദേഹത്തിൻ്റെ എല്ലാം അവിടെ നിന്ന് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ചോദിച്ചതൊക്കെ കൊടുത്ത ഒരേ ഒരു മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ഈ ഗവർണർക്ക് ഒരു പേഴ്സണൽ സ്റ്റാഫിനെ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് ആര് പേഴ്സണൽ സ്റ്റാഫ്? മുമ്പത്തെ കോൺഗ്രസ്സുകാരനാണ് ഈ ആരിഫ് ഖാൻ, അരുൺ നെഹ്റു, അന്ന് രാഹുൽ ഗാന്ധി, പ്രിയപ്പെട്ട രാജീവ് ഗാന്ധി ഇസ്ലാമിക ശരീഅത്ത് ബില്ലിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കൊപ്പം നിന്നപ്പോൾ കോന്ത്രമ്പല്ല് പോലെ തെറിച്ചു നിന്നവരിൽ ഒരാൾ. ഓർമ്മയില്ലേ? ആ ആരിഫ് ഖാൻ കേരളത്തിൻ്റെ ഗവർണറായി വന്നപ്പോൾ അദ്ദേഹത്തിന് ഇന്ന ആൾ വേണം എന്നൊന്നും നിർബന്ധമില്ല. പക്ഷെ കേന്ദ്രത്തിന് ആവശ്യം ഈ ഗവർണറെ കൊണ്ട് കേരളത്തിൽ പലതും നടത്താറുണ്ട്. അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നൊരു പേഴ്സണൽ സ്റ്റാഫ് വേണം. അതിൻ്റെ നിയമനം ആരുടെ കയ്യിലാണ്? മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. RSSൻ്റെ കാര്യവാഹകായ ഹരി എസ് കർത്തായെ തന്നെ കൊടുക്കണം എന്ന് അവിടെ നിന്ന് ആവശ്യപ്പെട്ടു. കേരള BJP ഘടകം ചോദിച്ചു. അത് തന്നെ കൊടുത്ത മുഖ്യമന്ത്രിയാണ് നമ്മുടെ മുഖ്യമന്ത്രി. RSSൻ്റെ കാര്യവാഹകനെ ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫിൽ മെയിൻ പോസ്റ്റിൽ നിയമിച്ചതാണ്. ഞാൻ പറയുന്നു, PC തോമസ് നമ്മുടെ കൂടാരത്തിൽ നിന്ന് പോയ ആളാണ് അല്ലേ? സുഖം കുറഞ്ഞതുകൊണ്ടല്ല, എല്ലാം 3 നേരം മൂക്കൊപ്പം തിന്നിട്ട് അവസാനം ദഹിക്കാനുള്ള അരിഷ്ടം കൊടുത്തപ്പോൾ ആ അരിഷ്ടത്തിൽ 1 ഔൺസിൽ 1/2 മില്ലി കുറഞ്ഞു എന്ന കാരണം പറഞ്ഞു പോയ ആളാണ്. സുഖം കുറഞ്ഞതുകൊണ്ടല്ല. ആ PC തോമസിന് ഒരു പഴയ കോൺഗ്രസ്സുകാരനെ പേഴ്സണൽ സ്റ്റാഫ് ആക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ഈ മുഖ്യമന്ത്രി കൊടുക്കൂല എന്നാണ് എൻ്റെ ഉറപ്പ്. പക്ഷെ ഗവർണർ ചോദിച്ച ആളെ കൊടുത്തു. ഗുജറാത്ത് കലാപത്തിൽ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ നോട്ടപ്പുള്ളിയായ ലോക്നാഥ് ബെഹ്റ, ആ ബെഹ്റയെ പെണ്ണായ ബംഗാളിനോട് ചോദിച്ചു, ഇതന്നെ മുതലിനെ അങ്ങോട്ട് തരട്ടെ. പെണ്ണായ ബംഗാൾ പറഞ്ഞു വേണ്ടായിരുന്നു. ആണായ തമിഴ്നാടിനോട് ചോദിച്ചു, ഈ മുതലിനെ അങ്ങോട്ട് തരട്ടെ. അവരും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആ മുതലിനെ ഏറ്റെടുത്തത് ആണും പെണ്ണുമല്ലാത്ത ഒരാഭ്യന്തരമാണ്, അത് കേരള. ഇന്ന് കേരളത്തിൻ്റെ പോലീസിൻ്റെ തലപ്പത്താണ്. ഐ വാണ്ട് എ ഡെഡ് ബോഡി, മുസ്ലിം ബസ്റ്റാർഡ്സ്. ഞാൻ തെമ്മാടിയായ ഒരു മുസ്ലിമിൻ്റെ ഡെഡ് ബോഡി ആഗ്രഹിക്കുന്നു എന്ന് വയർലെസ്സിൽ പറഞ്ഞ ഉദ്യോഗസ്ഥനല്ലോ നമ്മുടെ രമൺ ശ്രീവാസ്തവ. ആ രമൺ ശ്രീവാസ്തവയുടെ പേരിലാണ് നമുക്ക് ഗുരുവായൂർ നഷ്ടപ്പെട്ടത്. ഓർക്കുന്നുണ്ടോ? ഒറ്റപ്പാലം നഷ്ടപ്പെട്ടത്.
ആ കാലത്ത് ഈ PDP അടക്കമുള്ള സംഘടനകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കശകിയെറിയുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ഇവർക്ക് പിന്തുണയാണ്. ഞാൻ പറയുന്നു, പേടിച്ചിട്ടാണ്. കാരണം ഇല്ലെങ്കിൽ ഇയാളെ വീണ്ടും പിടിച്ചു കൊടുക്കും. ഇയാളെ പിടിച്ചു കൊടുത്തത് ഞങ്ങളുടെ ഭരണനേട്ടം എന്ന് പുസ്തകമടിച്ചിറക്കി നായനാറുടെ ചിത്രം വെച്ച് തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രിക ഇറക്കിയ കൂട്ടരാണ് ഇടതുപക്ഷം. നമ്മുടെ KC വേണുഗോപാൽ, നമ്മുടെ ET മുഹമ്മദ് ബഷീർ സാഹിബ്, നമ്മുടെ DK ശിവകുമാർ, നമ്മുടെ കർണാടക സംവിധാനം എല്ലാം അദ്ദേഹത്തിൻ്റെ മോചനത്തിന് വേണ്ടി ഒരു മനുഷ്യപ്പറ്റിൻ്റെ ഗണത്തിൽപ്പെടുത്തി ഏറെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്തുണ വീണ്ടും അവർക്ക്. ഇപ്പോൾ വലിയ ജമാഅത്തെ ഇസ്ലാമി വിരോധം പറയുന്ന ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ സിമിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് പ്രൊഫസർ അബ്ദുൽ വഹാബ്. ഏറെ വിവാദം സൃഷ്ടിച്ച മുദ്രാവാക്യം. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം വിളിക്കുമ്പോൾ സിമിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് പ്രൊഫസർ അബ്ദുൽ വഹാബ്. ആ അബ്ദുൽ വഹാബിനെ 2 തവണ LDFൻ്റെ സ്ഥാനാർത്ഥിയാക്കി നിയമസഭയിലേക്ക് നിർത്തിയത് നമ്മളല്ല. കോഴിക്കോട് മത്സരിച്ചു, അബ്ദുറബിനെതിരെ മഞ്ചേരിയിൽ മത്സരിച്ചു, പൊന്നാനിയിൽ ഹുസൈൻ അണ്ടത്താണി മത്സരിക്കുമ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുവന്നു. ഞാനിതെത്രയൊക്കെ കണ്ടവനാണ് എന്ന് പറഞ്ഞ് ആകാശം തന്നെ വീണാലും അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന ധീരനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു പ്രസംഗിച്ചു. അദ്ദേഹത്തെ പിടിച്ചു കൊടുത്തത് നേട്ടമാണെന്ന് എഴുതി എന്ന് മാത്രമല്ല, ഇടപെടാൻ പറഞ്ഞപ്പോൾ ഞാൻ പൂന്തുറ സിറാജിൻ്റെ പഴയൊരു വീഡിയോ ഈയിടക്ക് അടുത്തുപോലും ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞത് കെഞ്ചി പറഞ്ഞു VS എന്ന് പറഞ്ഞിട്ടും ഇവരുടെ പിന്തുണ അങ്ങോട്ടാണ്. ഇവരാരെയാണ് അഡ്ജസ്റ്റ് ചെയ്തത്? കൊറോണ വരുന്നതിന് മുമ്പേ 20 കൊല്ലം ക്വാറന്റൈനിലായിരുന്നു INL. ആ INLനെ പോലും എത്ര കഴിഞ്ഞാണ് ഇടത് കൂടാരത്തിലേക്ക് അവർ എടുത്തത്. നേരത്തെ കുഞ്ഞുമോൻ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇവരുടെ കൂടെ നിന്നാൽ എല്ലാവരും നല്ലവരാണ്. അതൊക്കെ സ്വർഗീയം, അല്ലെങ്കിലൊക്കെ വർഗീയം. രാജ്യത്ത് BJP വരാതിരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. എല്ലാവരും കൂടി അതിൻ്റെ തൊട്ടു പിന്നിലുള്ള കക്ഷി എന്ന നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിന്തുണക്കുമ്പോൾ ഇവർ പറയുന്നു, കണ്ടോ ഇവരെല്ലാം ഞങ്ങൾക്കെതിരാണ്, എല്ലാ വർഗീയ ശക്തികളും ഒന്നായി നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വിജയത്തിൻ്റെ പിന്നിലും വർഗീയമാണ്. പാണക്കാട്ടെ തങ്ങളും മുസ്ലിം ലീഗും ഇങ്ങനെയുള്ള കക്ഷികളൊക്കെ ഒത്തൊരുമിപ്പിച്ച് കൂട്ടി രാജ്യത്തെ എങ്ങോട്ടാ നയിക്കുന്നത് എന്ന ചോദ്യം. ഇവർക്ക് പറ്റിയില്ലെങ്കിൽ എല്ലാം കഴിക്കും. അതാ പാലക്കാട് നമ്മൾ കണ്ടത്. സന്ദീപ് വാര്യർ വരാന്തയിൽ നിൽക്കുകയാണ്, തറവാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് BJP. അതുവഴി സ്കൂൾ വിട്ടു പോവുകയാണ് ഗോവിന്ദൻ മാഷ്. പെൺകുട്ടിയെ കണ്ടപ്പോൾ തരക്കേടില്ല എന്ന് തോന്നി. കല്യാണാലോചന നടത്തി, തറവാട്ടിൽ പോയി പറഞ്ഞു, ക്രിസ്റ്റൽ ക്ലിയർ, ഞാൻ നല്ലൊരു മനുഷ്യത്തിനെ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായും ലൈനടിക്കുമ്പോൾ പെൺകുട്ടിയുടെ കുടുംബം ഇപ്പുറത്തും തറവാട് അന്വേഷിക്കും. ആ കോലത്തിൽ സന്ദീപ് വാര്യരുടെ തറവാട്ടിൽ നിന്ന്, അഥവാ അദ്ദേഹം വരാൻ ആഗ്രഹിച്ച ആ മനസ്സ് ഇപ്പുറത്തെ മണവാളിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇത് രണ്ടും ഒരുപോലെയാണ്. നേരത്തെ മുണ്ടുടുത്ത മോടി കോട്ടിട്ട മോടി എന്ന് CPI പറഞ്ഞതുപോലെ ഇത് അത്ര യോജിക്കൂല എന്ന് തോന്നിയപ്പോൾ തറവാട് നോക്കി അദ്ദേഹം വന്നത് എങ്ങോട്ടാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക്. അങ്ങനെ ഒരു പെണ്ണുമായി ലൈനാണെങ്കിൽ, ഓളെ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരിക്കണമെങ്കിൽ സൂപ്പറാന്ന് മനോടും ബാപ്പാനോടൊക്കെ പോയി പറയും. പക്ഷേ ഓളെ വേറൊരാൾ കെട്ടിക്കൊണ്ടുപോയാൽ പിന്നെ ഓൾക്കില്ലാത്ത കുറ്റം ഉണ്ടാവില്ല. ആള് പോക്കാണ്, ആള് ശരിയല്ല എന്ന് പറയും. പിന്നെ സന്ദീപ് വാര്യർക്കില്ലാത്ത കുറ്റമില്ല. ക്രിസ്റ്റൽ ക്ലിയർ എന്നാ പറഞ്ഞത്. ആ പദം നിങ്ങൾ ഓർക്കണം.
അപ്പോൾ BJPയിൽ നിന്ന് ഒരാൾ CPM ഇടതുപക്ഷത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശുദ്ധനാണ്, നല്ലവനാണ്. പക്ഷേ സന്ദീപ് വാര്യർ ഏറെ ആലോചിച്ചു. ഞാൻ വെറുപ്പിൽ നിന്നാണ് വരുന്നത് സ്നേഹത്തിൻ്റെ കടയിലേക്ക്. പക്ഷേ ആരെങ്കിലും ഉണ്ടോ പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കയറുക അല്ലേ? വീതന ചൂടാന്ന് പറഞ്ഞ് ആരെങ്കിലും അടുപ്പിലേക്ക് ചാടുമോ? അങ്ങനെ ഉണ്ടല്ലോ. വീതന എല്ലാവർക്കും മനസ്സിലായിണ്ടാവും, അടുപ്പിൻ്റെ തൊട്ടടുത്ത് ചൂടുള്ള സാധനം. ഇവിടെ ചൂടാണെങ്കിൽ ആരെങ്കിലും അതിനേക്കാൾ മോശമായതിലേക്ക് ചാടുമോ? ഇന്ന് സന്ദീപ് വാര്യർ ധീരമായി മുന്നോട്ട് നീങ്ങുകയാണ്. കേരളത്തിൻ്റെ ചിത്രം മാറുകയാണ്. കേരളത്തിൻ്റെ ചിത്രത്തിൽ ഫാസിസ്റ്റ് ശക്തികൾ ഇതുവരെ അവർക്ക് വളക്കൂറുള്ള മണ്ണായിട്ട് കണ്ടിട്ടില്ല. അവർ ഇടതുപക്ഷത്തെ ഉപയോഗിച്ച് വരാനുള്ള ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് PC തോമസിനെ ഉപയോഗിച്ച് ചെയ്തതുപോലെ, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ചെയ്ത പോലെ. അതുതന്നെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. മുസ്ലിം സമുദായത്തിലെ 2 പത്രങ്ങളെ ഉപയോഗപ്പെടുത്തി ദേശാഭിമാനിയിൽ കൊടുക്കാത്ത പരസ്യം. പിരായിരി പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ ആ പത്രം വിതരണം ചെയ്തത്. അത്ഭുതപ്പെടുകയാണ്. പിരായിരി പഞ്ചായത്ത് UDFന് നിർണായക സ്വാധീനമുള്ള, മുസ്ലിം ലീഗിനേറെ സ്വാധീനമുള്ള ഒരു മണ്ണാണ്. ഞാൻ ആ പഞ്ചായത്തിൽ പോയിട്ടുണ്ട്. അവിടെ മാത്രം ആ പത്രം പാഷാണം വർക്കിയെപ്പോലെ ഓരോ സ്ഥലത്തും വോട്ട് കിട്ടാൻ, ജയിക്കാൻ, നാട് കലങ്ങിയാലും കുഴപ്പമില്ല, എന്തും പറയാം, എന്തും ചെയ്യാം. അതാണ് കാഫിർ പ്രയോഗം. ഇന്നും അതിൻ്റെ വാപ്പാനെ പിടികൂടിയിട്ടില്ല. കാഫിർ പ്രയോഗം ഒരു ചെറിയ സംഭവമല്ല. ശൈലജ ടീച്ചർ മുസ്ലിം സമുദായത്തിൽ പറഞ്ഞ ആളല്ല. ഷാഫി മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളാണ്. ഷാഫി 5 വക്ത് നിസ്കരിക്കുന്ന മുസൽമാനാണ്. അപ്പുറത്തുള്ള ആൾ കാഫിറാണ് എന്ന് സ്വന്തമായൊരു നോട്ടീസ് ഇവർ തന്നെ ഇറക്കുക. അപ്പം എന്തായി? അവരെ കൂട്ടത്തിൽ തന്നെ ചിന്തിക്കുന്നവർ മനസ്സിലാക്കി ഈ പോക്ക് അത്ര ശരിയല്ല. അങ്ങനെ എന്ത് ചെയ്തു അറിയാം? സാധാരണ അരിവാളിന് ചെയ്യുന്നവരും കൂടി എങ്ങോട്ട് ചെയ്തു? കൈപ്പത്തിക്ക് ചെയ്തു. ഇപ്പം CPMന് 2 പണിയാണ്. കാഫിറിൻ്റെ ബാപ്പാനെയും കണ്ടെത്തണം, മുനാഫിക്കിൻ്റെ മക്കളെയും കണ്ടെത്തണം. അതാണ് യഥാർത്ഥത്തിൽ. സോഷ്യൽ മീഡിയയിൽ നമ്മെക്കുറിച്ച് ഒരു പ്രചരണം വന്നാൽ ഇന്നത് കണ്ടെത്താൻ ഏത് കൊച്ചു പൈതലിനും അറിയാം. നമ്മുടെ പേരക്കുട്ടിയെ അന്വേഷണ ഏജൻസിയായി ചുമതലപ്പെടുത്തിയാൽ മതി. നമ്മുടെ മൊബൈൽ നമ്മേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നതാരാ? നമ്മുടെ പേരക്കുട്ടിയാണ്. ഇത് എവിടെ നിന്ന് ഷെയർ ചെയ്തു എന്ന് നമ്മുടെ പേരക്കുട്ടി കണ്ടെത്തും. പക്ഷെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നമ്മളെ കേരള പോലീസ് അത്ര മോശക്കാരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഞാൻ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ കൊടുമ്പിരി കൊണ്ട കാലവർഷം നടക്കുക. കൊടുമ്പിരി കൊണ്ട കാലവർഷം. സ്കൂൾ കോളേജുകൾക്കൊക്കെ അവധിയാണ് ആ സമയം. ആ സമയത്ത് ഞാൻ ഓർക്കുകയാണ്, ഒരു +2കാരനായ ഒരു 17കാരനെ മലപ്പുറത്ത് അറസ്റ്റ് ചെയ്തു. അതെന്താ കാരണം? അവന് മലപ്പുറം ജില്ലാ കലക്ടറായി 3 ദിവസം സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. +2കാരനായ കുട്ടി കാലവർഷക്കെടുതി കാരണം മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ മറ്റെല്ലാ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. ഞാൻ തിരൂർ പോളിടെക്നിക്കിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനാണ്. ഈ 31-ാം തീയതി വരെ ഞങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷനായി. കുറേ ആളുകൾ വന്നില്ല. പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകണ്ട. ഞങ്ങൾ പോയില്ല. കുട്ടികളാണെങ്കിൽ ഒരു അവധി കിട്ടാൻ കാത്തിക്കുകയാണ്. അപ്പം എൻ്റെ മോനൊക്കെ രാവിലെ എഴുന്നേറ്റ് വന്നാൽ ചോദിക്കുക, ഇന്ന് കലക്ടർ എന്തെങ്കിലും പറഞ്ഞിരിക്കണമെന്നാണ്. അപ്പോൾ ഞാൻ പറയും, കലക്ടർ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അല്ലല്ലോ, എല്ലാ കലക്ടറും അല്ലേ പറയണ്. ഞാൻ പറയും, മോനെ നമ്മളെ കലക്ടർ അത്ര വേഗം പ്രഖ്യാപിക്കില്ല. കാരണം നമ്മളെ മലപ്പുറത്തെ കലക്ടർ കോട്ടക്കുന്നിൻ്റെ മേലെ താമസം. അവിടേക്ക് വെള്ളം എത്തണമെങ്കിൽ അധികം മഴ ചെയ്യണം. അഥവാ അങ്ങോട്ട് വെള്ളം എത്തിയാൽ ഞാനും ഇതൊന്നും ഉണ്ടാവില്ല. അന്ന് നമുക്ക് മൊത്തം അവധിയായിരിക്കും. അപ്പോൾ പിന്നെ ചെക്കൻ്റെ അടുത്ത ചോദ്യം എന്താണെന്നറിയോ? സമസ്ത പറഞ്ഞിരിക്കണോ, മദ്രസ ഒഴിവാണോ?
കുട്ടികൾക്കൊരു ഒഴിവ് കിട്ടാനാണ്. അത് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ സാധാരണ പറയലുണ്ട്. ഉസ്താദ് ഖിയാമത്ത് നാളിനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ, മക്കളെ, ഖിയാമത്ത് നാളാണ് ഇന്നത്തെ വിഷയം. ഇസ്രാഫിൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതും. അന്ന് ആകാശം പൊട്ടിക്കീറും. കുട്ടികൾ പുസ്തകമൊക്കെ അടച്ചു വെച്ചിട്ട് ആകെ ഭയവിഹ്വലരായിരുന്നു. നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴും. കുട്ടികൾ ബേജാറായി. പർവ്വതങ്ങൾ ഛിന്ന ഭിന്നമാകും. ആകെ പേടിയായി. കടല് ആളിക്കത്തും. ഉസ്താദ് പറയാം, ബേജാറായ പോണോ? കടല് ആളിക്കത്തും. അന്ന് അല്ലല്ലാത്ത ഒന്നും ഉണ്ടാവില്ല. അന്ന് അല്ലല്ലാത്ത ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നിലെ ബെഞ്ചിൽ നിന്ന് ഒരു ചെറുക്കൻ വന്നിട്ട് ചോദിക്കുകയാണ്, അന്ന് മദ്രസ ഉണ്ടാവുമെന്ന്. അപ്പം എന്താ, ഓനെ സദർ ഉസ്താദ് മരിച്ചിട്ട് വേണം ഒന്ന് ലീവ് എടുക്കാനിച്ചിട്ട് കാത്തിക്കുകയാണ്. അവധി കിട്ടാനാണ് മക്കളെന്ന് ആഗ്രഹം. അങ്ങനെ മലപ്പുറത്തെ +2കാരനായ ഒരു ചെറുപ്പക്കാരൻ കുട്ടി വാട്സപ്പിൽ കാലവർഷക്കെടുതി കാരണം പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ 3 ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണെന്ന് പ്രഖ്യാപിച്ചു. ധാരാളം ജീവനക്കാർ അന്ന് അവധിയിലായി. ഈ ഒരു ചെറുക്കൻ കാരണം സ്കൂൾ പോകാതിരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവൻ കലക്ടറായി സ്വന്തം അവധി പ്രഖ്യാപിച്ചു. വാട്സപ്പിൽ അത് വന്നപ്പോൾ 2 മണിക്കൂറിനുള്ളിൽ ആ കുട്ടിയെ അറസ്റ്റ് ചെയ്ത കേരള പോലീസിന് കാഫിറിൻ്റെ ബാപ്പാനെ പിടിക്കാൻ എന്താണ് ഇത്ര താമസം എന്ന് ചോദിക്കാൻ 1000 നാവ് നമുക്കുണ്ടാകണം. രാജ്യത്തിൻ്റെ ഗതിവിഗതി എന്തായാലും വേണ്ടിയില്ല 4 സീറ്റ്. സാമൂഹിക അന്തരീക്ഷം തകർന്നാലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജയിച്ചു കയറണം. ഇനിതാ നിലമ്പൂരിൽ ഈ ഡേറ്റിന് അകം എന്തെല്ലാം കാണാൻ കെടുക്കുകയാണ്. പടച്ചോൻ കാത്തതാണ്. കാരണം പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമ്പോൾ ആകെ 3000 ചില്ലാനം ലീഡ്. പിരായിരി പഞ്ചായത്ത് നമ്മുടെ പ്രതീക്ഷ. അവിടെയാണ് ഈ 2 പത്രട്ടത്. മുസ്ലിം സമുദായത്തിലെ പത്രത്തിൽ ദേശാഭിമാനിയിൽ കൊടുക്കാത്ത പരസ്യം ഈ 2 പത്രത്തിൽ കൊടുത്ത് മുസ്ലിങ്ങളുടെ വീട് മാത്രം നോക്കി കൊടുത്തു. പടച്ചോനെ, ഞാനൊക്കെ അന്ന് ചൊല്ലി പറയാത്ത ദിക്റില്ല. ഞാൻ ഹാഫിളാകുകയാണെങ്കിൽ ആ ആഴ്ച ആവണം, അമ്മാതിരി ചൊല്ലി പറഞ്ഞു. കാരണം ആകെ പ്രതീക്ഷയുള്ളത് പിരായിരി പഞ്ചായത്ത്. അവിടെ മാത്രം ഈ പേപ്പർ, മറ്റുള്ളിടത്തില്ല. ഒരു നയമാകുമ്പോൾ LDF സ്വന്തം പത്രത്തിൽ കൊടുക്കണം. സ്വന്തം പത്രത്തിൽ കൊടുക്കാതെ ഇങ്ങനെ കൊടുത്തു. സന്ദീപ് വാര്യർ തന്നെ പറഞ്ഞു, ഇവർ ഖലീഫ ഉമറിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ എന്ന്. നോക്കണങ്ങൾ, ഖലീഫ ഉമറിനെ കുറിച്ച് സന്ദീപ് വാര്യരുടെ ദർസിൽ നിന്ന് നമുക്ക് ഓതി പഠിക്കേണ്ടി വന്നു എന്നുള്ളതൊരു വല്ലാത്ത കഷ്ടമാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരാളൊരു നയം മാറി ഒരു പുതിയ നയത്തിലേക്ക് വന്നാൽ, അഥവാ ഫാസിസ്റ്റ് ചേരിയിൽ നിന്ന് ജനാധിപത്യ ചേരിയിലേക്ക് ഒരാൾ വന്നാൽ, വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ കടയിലേക്ക് ഒരാൾ വന്നാൽ, സമുദായം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് 2 കയ്യും നീട്ടി സ്വീകരിക്കണ്ടേ? ഞാനിങ്ങനെ ആലോചിക്കലുണ്ട്. ഈ ഉമർ റളിയല്ലാഹു അൻഹു അള്ളാൻ്റെ റസൂലിനെ കൊല്ലാൻ വാളുമായി നടന്നിരുന്ന ആളാണ്. അന്ന് ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഇല്ലാഞ്ഞത് നന്നായി. ഉണ്ടായിരുന്നുവെങ്കിൽ ആ പഴയ ക്ലിപ്പിട്ട് എപ്പോഴും കാണിക്കും. സങ്കടകരം. നമ്മൾ അത്ര തരം താഴാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ? രാഹുൽ മാങ്കൂട്ടത്തിൽ തോറ്റാൽ അവിടെ BJP ജയിക്കും. കാരണം 2ാം സ്ഥാനത്ത് ആരാ? BJP-യാണ്. CPM-ന് നഷ്ടപ്പെടാനൊന്നുമില്ല. അവിടെയാണ് സമുദായത്തിൻ്റെ വോട്ട് 3500 സ്ഥലത്ത് ആ കേന്ദ്രത്തിലെ മാത്രം ലാക്കാക്കി രാഷ്ട്രീയ പ്രവർത്തനം. സുഹൃത്തുക്കളെ, രാഷ്ട്രീയമായ മാറ്റം വന്നാൽ അത് നമ്മുടെ വീട്ടിൽ മാത്രമല്ല, നമ്മുടെ ഇബാദത്തിൽ മാറ്റാണ്. എത്ര കാലം എൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു, ഏക സിവിൽ കോഡിനെ കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. എത്ര കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു, CAA NRC ചിന്തിച്ചോ? എത്ര കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു, ഉലൂഹിയത്തിനെ കുറിച്ച് ചിന്തിച്ചോ? എത്ര കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു, ഹിജാബിനെ കുറിച്ച് ചിന്തിച്ചോ? ഇത് മന്ദിർ, മസ്ജിദ്, ഹിജാബ്, ഇതിലൊക്കെയാണ് ഒരു ഗവൺമെൻറ്റിന് താല്പര്യം. ജനകീയമായിട്ടുള്ള അവരുടെ ശുചിത്വം, പാർപ്പിടം, പട്ടിണി, വിദ്യാഭ്യാസം, ഇതിലൊന്നുമല്ല താല്പര്യം. വിവാദ വിഷയം, മുത്തലാഖ്, ഇതുപോലെയുള്ള കാര്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് എല്ലാവരെയും ഉൾക്കൊണ്ടു.
എല്ലാവരെയും ഉൾക്കൊണ്ടു. സ്പെഷ്യൽ മാരേജ് ആക്ട് പാസ്സാക്കുമ്പോൾ പോക്കർ സാഹിബ് ഒറ്റക്ക് സംസാരിക്കുമ്പോൾ നെഹ്റു പറഞ്ഞൊരു വർത്താനുണ്ട്. പോക്കരിൻ്റെ ശബ്ദം ഒറ്റപ്പെട്ടതാണെങ്കിലും പോക്കരിൻ്റെ ശബ്ദത്തിൽ ഞാൻ പോക്കരിൻ്റെ സമുദായത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. അതാണ് ജനാധിപത്യം. ഗാന്ധി പറഞ്ഞല്ലോ 100-ൽ 99 ഭൂരിപക്ഷം. പക്ഷേ ആ തോറ്റ ഒരാളുടെ കൂടി അഭിപ്രായം മാനിക്കുമ്പോഴാണ് ഇന്ത്യൻ ജനാധിപത്യം സമ്പൂർണ്ണമാകുന്നത്. തോറ്റോൻ്റെ അഭിപ്രായം കൂടി കേൾക്കണം, പ്രതിപക്ഷത്തുള്ളവൻ്റെ അഭിപ്രായം കൂടി കേൾക്കണം. ഞാൻ പറയുന്നു, ഇരിക്കുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ, ഇന്ത്യ രാജ്യത്ത് ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഓരോ മസ്ജിദുകളും പിടിച്ചെടുക്കാൻ വന്നപ്പോൾ അതിന് തടയിട്ടത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി തടയിടാൻ കാരണം എന്താ? ഇന്ത്യ രാജ്യത്തെ ഒരു നിയമമാണ്. ഏതാണ് ആ നിയമം? 47 ഓഗസ്റ്റ് 15 കട്ട് ഓഫ് ഡേറ്റായി അംഗീകരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആരുടെയൊക്കെ കയ്യിൽ പള്ളിയുണ്ടോ അതൊക്കെ പള്ളി, ആരുടെയൊക്കെ കയ്യിൽ ക്ഷേത്രമുണ്ടോ അതൊക്കെ ക്ഷേത്രം, ആരുടെയൊക്കെ കയ്യിൽ ചർച്ചുകളുണ്ടോ അതൊക്കെ ചർച്ച്, ആരുടെയൊക്കെ കയ്യിൽ ബുദ്ധവിഹാരങ്ങളുണ്ടോ അതൊക്കെ ബുദ്ധവിഹാരം, ആരുടെയൊക്കെ കയ്യിൽ അതുപോലെയുള്ള ആരാധനാലയങ്ങളുണ്ടോ അതൊക്കെ അതുപോലെ നിലനിർത്തണം എന്ന ബില്ല് ഉണ്ടായതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു, ഈ വർത്താനം പറഞ്ഞ് മേലിൽ ഈ പടി ചവിട്ടരുത്. അത് പറയാൻ സുപ്രീം കോടതിക്ക് ധൈര്യം വന്നത് ഒരു ബില്ലാണ്. ആ ബില്ല് കൊണ്ടുവന്ന പ്രധാനമന്ത്രിയുടെ പേരാണ് കോൺഗ്രസിൻ്റെ നേതാവ് രാജീവ് ഗാന്ധി എന്ന മഹാൻ. രാജീവ് ഗാന്ധിക്ക് അതിന് പ്രചോദനമായത് ആവശ്യമുന്നയിക്കാൻ എൻ്റെ പൊന്നാനിയിൽ നിന്ന് ജയിച്ച ഗുലാം മഹമ്മൂദ് ബനാത്ത് വാല, ആ ബില്ലാണ് അതിന് തടയിട്ടത്. ആ ബില്ലില്ലായിരുന്നുവെങ്കിൽ 3000 പള്ളിയുടെ ലിസ്റ്റുമായി നടക്കുന്ന BJPയെ തടയിടാൻ കഴിയില്ലായിരുന്നു. സുപ്രീം കോടതിയിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടായത് കൊണ്ടാണ്. ഏക സിവിൽ കോഡ് ചർച്ചക്കെടുക്കുന്നു. നിസ്സാരായി കാണണ്ട. ചിലരെ വിചാരം ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഏതോ ഡ്രസ്സിൻ്റെ ബാർകോഡാണെന്നാണ്. അല്ല, ഇബാദത്തുകളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ എല്ലാവർക്കും ഒറ്റ നിയമം. നമ്മുടെ നാട്ടിൽ ഓരോരുത്തർക്കും ഓരോ നിയമമാണ്. ഹൈന്ദവൻ്റെ കല്യാണത്തിന് പൂജ, പൂജാരി, നിറവറ, നിലവിളക്ക്. മുസൽമാൻ്റെ കല്യാണത്തിന് വലിയ വരൻ, ഇജാബ്, കബൂൽ, സവ്വജ്തുക വ അൻകഹതുക. അതാണ് ഇന്ത്യ. ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെ നടക്കാം. കുറ്റിപ്പുറം അങ്ങാടിയിൽ ഞാനൊരു വാളുമായി നടന്നാൽ എന്നെ SI അറസ്റ്റ് ചെയ്യും. പക്ഷെ ഒരു സിഖുകാരനെ തൊടാൻ കഴിയില്ല. കാരണം കൃപാണം ഉയർത്തിപ്പിടിച്ച് നടക്കൽ അയാളുടെ ഒരു ഇബാദത്താണ്, ഇന്ത്യ അനുവദിച്ചതാണ്. യഹോവ സാക്ഷികൾ അവർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടതാണ്. ഈ ജനഗണമന അധിനായക ജയഹേ എന്ന ദേശീയ ഗാനത്തിലെ ചില വരികൾ ഞങ്ങളെ വിശ്വാസത്തിനെതിരാണ്. അതുകൊണ്ട് ദേശീയ ഗാനം ചൊല്ലുമ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കില്ല. നമ്മുടെ ഇന്ത്യ വകവെച്ചു കൊടുത്തു, നിങ്ങളാ നിൽക്കുന്ന നിപ്പ് നിന്നാൽ മതി. റിപ്പബ്ലിക്കിനും ഓഗസ്റ്റ് 15-നും ഞങ്ങൾ ദേശീയ പതാകക്ക് സല്യൂട്ടും ചെയ്യില്ല. കാരണം അത് ഒരു ജീവനില്ലാത്ത സാധനമാണ്. അതുകൊണ്ട് അത് ഞങ്ങളുടെ വിശ്വാസത്തിനെതിരാണ്. യഹോവ സാക്ഷികൾക്ക് അങ്ങനെ തന്നെ നിൽക്കാൻ അനുമതി കൊടുത്ത നാടാണ് ഇന്ത്യ. എല്ലാവരെയും മാനിച്ചു. ദൈവമുള്ളവനെ, ദൈവമില്ലാത്തവനെ, സന്ദേഹവാദികൾ, ദൈവമുണ്ടോ ഇല്ലേ എന്ന് സംശയിക്കുന്ന ആളുകൾ, എല്ലാവരുടെയും ഇന്ത്യയാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ ഓരോരുത്തർക്കും അവനവൻ്റെ വിശ്വാസം, ആചാരം എല്ലാം അതിപ്രധാനമാണ്. എല്ലാവരും വേണം. ഹിന്ദു പൂക്കൾ, മുസ്ലിം പൂക്കൾ, അതാണ് സാരേ ജഹാം സെ അച്ച. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഭാവം ആഗ്രഹിച്ച പലരുമുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾ ആലോചിക്കണം, ഏക സിവിൽ കോഡ് ആവശ്യപ്പെടുന്നതിൽ ഇടതുപക്ഷം മുൻപന്തിയിലാണ്. അവരുടെ മുറാദാണത്. അത് BJP ഹാസിലാക്കുന്നു. ബാബരി പള്ളി പൊളിച്ചു മാറ്റി പ്രശ്നം തീർക്കണം, അത് ഇവരുടെ മുറാദാണ്. തിരൂരിലെ റെയിൽവേ ഗുഡ് ഷെഡ് മൈതാനിയിൽ EMS പ്രസംഗിക്കുമ്പോൾ അതിൽ അധ്യക്ഷൻ പൊന്നാനി MLA VV ഗോപിനാഥാണ്. നന്ദകുമാറാണ് സ്വാഗതം പറഞ്ഞത്. VV ഗോപിനാഥാണ് അതിൽ അധ്യക്ഷൻ. അതിൽ സ്വാഗതം നന്ദി പറഞ്ഞത് തിരൂർ മുനിസിപ്പൽ ചെയർമാനാണ്. ആ യോഗത്തിൽ ഇവരുടെ ആവശ്യമാണ് ഏക സിവിൽ കോഡ് വരണമെന്ന് മഹിളാ അസോസിയേഷൻ നേരത്തെ ആവശ്യപ്പെട്ടതാണ്. അത് BJP ഹാസിലാക്കുന്നു. എന്നാൽ ഞാൻ പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതുവരെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ബാബരി മസ്ജിദ് പൊളിക്കണമെന്ന് പറഞ്ഞിട്ടില്ല.
ബാബരി പള്ളി പൊളിച്ചത് കോൺഗ്രസ് വലുതായത് കൊണ്ടല്ല. ഒരു ലീഗുകാരനായ ഞാൻ പറയുന്നു, BJP വലുതായത് കൊണ്ടാണ്. കോൺഗ്രസ് വലുതായത് കൊണ്ടാണ് പള്ളി പൊളിഞ്ഞത് എന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തുകയാണ്. കാരണം ഇന്ത്യയെ കയ്യിലെടുത്ത് അമ്മാനമാടാനുള്ള ഭൂരിപക്ഷം കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ ഒരു നിലപാടാണ് കോൺഗ്രസ്സിന് എങ്കിൽ പള്ളിക്കെതിരെ ഒരു നിയമനിർമ്മാണം ഒരു പ്രമാണിയോടും ചോദിക്കാതെ നടത്താൻ കേൾപ്പുള്ള രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. തൊട്ടില്ല മക്കളെ. BJP വലുതായി. കോൺഗ്രസ്സിനെ ഏത് ചെകുത്താനുമായും കൂട്ടുപിടിച്ചൊരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ചെകുത്താനെയും എല്ലാ കരിങ്കുട്ടിയെയും എല്ലാ ചേക്കുട്ടി പാപ്പമാരെ മുഴുവനും കൂട്ടുപിടിച്ച് കോൺഗ്രസിൻ്റെ കുത്തക അവസാനിപ്പിച്ചപ്പോൾ പകരം വന്നതാരാ? ഞാൻ ഈ കുറ്റിപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ ഫാസിസത്തിനെതിരെ ജനശക്തി എന്ന ബാനർ എഴുതിയപ്പോൾ 2 ആളിനാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ബോലോ ഭാരത് മാതാക്കി എന്ന അദ്വാനി വിളിക്കുമ്പോൾ ജയ് എന്ന് വിളിക്കാൻ ഒരൊറ്റ അടൽ ബിഹാരി, ഒരു സേഠ് സാഹിബ്, ഒരു ബനാത്വാല. ലീഗിന് 2 ആള്, BJPക്ക് 2 ആള്. അതാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന 2 സഭയിലാണ് അവർ. 2 സഭയിൽ ഈ അന്ധമായ കോൺഗ്രസ് വിരോധം, അന്ധമായ കോൺഗ്രസ് വിരോധം. എന്നാൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സ്നേഹിതന്മാർ എവിടെയാണ് എത്തിയത്? ഇന്ന് അവരെ എവിടെയാണ് ഉള്ളത് എന്ന് ഇന്ന് മുസ്ലിം ലീഗിന് ഇവരും തൂക്കിയാൽ 2ഉം ഇപ്പം 3 kg ആണ്. 2 കൂട്ടർക്കും ഒരേ അംഗബലാണ്. ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സൊക്കെ രാജ്യത്തിന് അപകടമാണെന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ടത് അവരുടെ MP-മാർ ഈടക്കടുത്ത് ജയിച്ച ആൾ നേരത്തെ ആലപ്പുഴയിൽ ആരിഫായിരുന്നു എങ്കിൽ ഇപ്പോൾ ആലത്തൂരിൽ നമ്മുടെ മുൻ മന്ത്രി രാധാകൃഷ്ണൻ. അത് അഭിമാനത്തിൻ്റെ ജയമാണ്. കാരണം കോൺഗ്രസ്സിനെതിരെയുള്ള ജയമാണ്. പക്ഷെ തമിഴ്നാട്ടിലെ അരിവാളിൻ്റെ ജയം അങ്ങനെ കൂട്ടാൻ കഴിയോ? നിങ്ങളറിയണം, ഇവിടെ രാഹുൽ ഗാന്ധി ഹറാമാണ് നിലമ്പൂരിൽ, വയനാട്ടിൽ. പക്ഷേ പാലക്കാട് വിട്ടാൽ തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധി ഹലാലാണ്. അവിടെയുള്ള പെട്ടിക്കടയിൽ ഞാൻ ഈ തിരുപ്പൂരിൽ പോയി പടുത്ത്, കോയമ്പത്തൂർ പോയി ഓൾ ഇന്ത്യ KMCCയുടെ പരിപാടികൾക്ക്. അവിടുത്തെ പെട്ടിക്കടയിൽ കാണാം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ CPMൻ്റെ സ്ഥാനാർത്ഥി. ചെറിയ ചിത്രം, സ്ഥാനാർത്ഥിയുടെ ചിത്രം, ചെറിയ ചിത്രം, വലിയ അരിവാള്, പിന്നൊരു വലിയ ഫോട്ടോ, പൊട്ടിച്ചിരിക്കുന്ന നമ്മുടെ കരളിൻ്റെ കഷ്ടമായ രാഹുൽ ഗാന്ധിയുടെ ചിത്രം പോസ്റ്ററിൽ. സ്ഥാനാർത്ഥിയല്ലാത്ത രാഹുൽ, വലിയ ചിത്രം. അരിവാൾ ചുറ്റികയിലെ സ്ഥാനാർത്ഥി നമ്മുടെ ഈ പ്രൈസ് ബോർഡിലൊക്കെ ജോക്കർ ഇരിക്കുന്നത് പോലെ ചെറിയ ചിത്രം. അവിടെ രാഹുൽ ഗാന്ധി ഹലാലാണ്. രാഹുലിനെ ഉപയോഗപ്പെടുത്തിയാണ് അവിടെ ജയിക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നാശം ആഗ്രഹിക്കുന്നുണ്ടോ അവിടെ? ഇല്ല. നിങ്ങളറിയണം രാജ്യത്തിൻ്റെ അവസ്ഥ. ആ സ്ഥിതിവിശേഷമാണ് നമ്മുടെ കേരളത്തിലേക്ക് പറിച്ച് നടപ്പെടുന്നത്. ഒരൊറ്റ കേസ് കാരണമായി, ഒരു ലാവ്ലിൻ കേസിൻ്റെ കാരണമായി ഇതുവരെ പിടിക്കാത്ത ഒരേ ഒരു മനുഷ്യൻ, കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത പ്രധാനമന്ത്രിക്ക്, DK ശിവകുമാറിനെ ചോദ്യം ചെയ്ത പ്രധാനമന്ത്രിക്ക്, P ചിദംബരത്തെ ചോദ്യം ചെയ്ത പ്രധാനമന്ത്രിക്ക്, ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് ശ്രീമതി സോണിയാഗാന്ധിയെ നിർത്തിപ്പൊരിച്ച ഈ പ്രധാനമന്ത്രിക്ക്, രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്ത പ്രധാനമന്ത്രിക്ക് എന്തേ കേരളത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല? കേരളത്തിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി വന്നു. അദ്ദേഹം തൃശ്ശൂരിൽ പ്രസംഗിക്കുകയാണ്. ഇവിടെ ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കടത്ത് എന്നെനിക്കറിയാം. അറിയാം, പക്ഷെ നമ്മൾ തൊടൂല. ഇതിങ്ങനെ ലൈവാക്കി നിർത്തുക. എന്താ നരേന്ദ്രമോദിക്ക് ലാഭം? ഒരു ഉറുപ്പ്യയുടെ ചെലവില്ലാതെ BJPയുടെ മുറാദുകളൊക്കെ ഹാസിലാവുകയാണ് കേരളത്തിൽ. ഇയാൾക്ക് എന്താ ലാഭം? കെജ്രിവാളിനെ പോലെ, DK ശിവകുമാറിനെ പോലെ, ചിദംബരത്തെ പോലെ ജയിലിൽ പോകാതെ രക്ഷപ്പെടാം. എത്ര തവണയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ പോയത്? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 or 7 തവണ. ഒരു അമ്മോശനെ കാണാൻ മരുവൻ പോണ ലുക്കിലാണ് പോണത്.
ആറന്മുള കണ്ണാടി, പുതക്കാനുള്ള പുതപ്പ്, കൊറിക്കാനുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി സാധനം മുഴുവൻ. അവിടെ എത്തിയാൽ പ്രധാനമന്ത്രി പറയും ഇത് അവനാൻ്റെ വീട് പോലെ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരണം. അപ്പോൾ ഇയാൾ പറയാണ് വന്ന സ്ഥിതിക്ക് ബർക്കത്തിന് എന്തെങ്കിലും തന്നാൽ തിരക്കടില്ല. അങ്ങനെയാണ് ലോകനാഥ് ബെഹ്റ, രമൺ ശ്രീവാസ്തവ ഒക്കെ ഇങ്ങനെ കൊടുക്കുക. ഇയാൾ പഴയ മുഖ്യമന്ത്രി ആണെങ്കിൽ ഇതൊന്നും ചെയ്യൂലട്ടോ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ ആവശ്യമാണ്. കാരണം നിങ്ങളൊരു നല്ല മുത്തലക്കായ കമ്മ്യൂണിസ്റ്റുകാരനോട് ചോദിച്ചു നോക്കും നിങ്ങൾ, പഴയ രീതിയാണോ ഇത്? ഞാൻ ഊരിപ്പിടിച്ച വാളിൻ്റെ മുന്നിലൂടെ നടന്നു എന്നൊക്കെ പറയൂ. ഏത് ഊരിപ്പിടിച്ച വാൾ? അങ്ങനെയാണെങ്കിൽ ഞാനും എത്ര മടവാളിൻ്റെ ഇടയിലൂടെ ഒക്കെ നടന്നത്. ഈ പട്ടാമ്പി നേർച്ചയ്ക്ക് മടവാൾ കച്ചവടം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാനും കുറേ നടന്നിട്ടുണ്ട്. അതല്ല കാര്യം. പഴയ RSS വിരോധം ഇന്നില്ല. ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. രാഷ്ട്രീയ മനുഷ്യക്കുരുതിക്കുള്ള ബലിത്തറയായി മാറിയ കണ്ണൂരിൽ സമാധാന കമ്മിറ്റി യോഗങ്ങൾ, വഴിപാടുകളും കൊലപാതകം നടപ്പുമായിരുന്നു. ഒരു ദിവസം RSSകാരനെ വെട്ടിയാൽ പിറ്റേ ദിവസം CPMകാരനെ വെട്ടും. കൊണ്ടും കൊടുത്തും കഴിഞ്ഞിരുന്ന കണ്ണൂരിൽ, മനുഷ്യൻ്റെ തലയോട്ടി കൊണ്ട് പന്ത് കളിച്ച കണ്ണൂരിൽ കുറച്ച് കാലമായിട്ട് കൊലപാതകങ്ങളില്ല. എന്താ? വിരോധമില്ല പരസ്പരം. ഒരു MLA ഇല്ലാതെ, MP ഇല്ലാതെ കേരളത്തിൽ പലതും നേടുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ നിയമനം മാത്രമല്ല, RSSൻ്റെ നേതാവ്, അഖിലേന്ത്യാ നേതാവ് പാലക്കാട്ട് സ്കൂളിൽ വന്ന് പതാക ഉയർത്തുകയാണ് ഓഗസ്റ്റ് 15-ന്. RSSൻ്റെ തലവൻ. PTA കമ്മിറ്റിയിൽ ബഹളായി. സ്കൂളിൽ പതാക ഉയർത്തേണ്ടത് ഒന്നുകിൽ HM അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ ആരെങ്കിലും, പഞ്ചായത്ത് പ്രസിഡൻ്റ് അവരാരെങ്കിലും. അവിടെ വേറെ വന്ന ഒരാൾക്ക് പതാക ഉയർത്താൻ കഴിയില്ല. ഉയർത്തരുത് എന്ന് PTA തീരുമാനിച്ചു. PTA പരാതി കൊടുത്തു കലക്ടർ മേരിക്കുട്ടിക്ക്, പാലക്കാട് ജില്ലാ കലക്ടർക്ക്. കൊറോണ കാലം മേരിക്കുട്ടി ഇമെയിൽ അയച്ചു. ആർക്ക്? കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന്. RSSൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ വന്ന് പാലക്കാട്ട് സ്കൂളിൽ പതാക ഉയർത്തുക. ആർക്കാ പരാതി? ആഭ്യന്തര വകുപ്പിന്. നടപടി ഉണ്ടായോ? ഉണ്ടായി. എന്താ നടപടി എന്നറിയോ? കലക്ടർ മേരിക്കുട്ടിയെ സ്ഥലം മാറ്റി. പഴയ മുഖ്യമന്ത്രി, പഴയ സഖാവാണെങ്കിൽ അത് ചെയ്യില്ല. ഇപ്പോഴത്തെ സഖാവിനൊരു മുറാദുണ്ട്. അതെന്താ? ലാവ്ലിൻ കേസ്. എത്ര തവണയാണ് മാറ്റി വെച്ചത്? എത്ര തവണ? ഞാനൊരു തവണ പ്രസംഗിക്കുമ്പോൾ കൊല്ലത്ത് അവിടെ ബിന്ദു കൃഷ്ണനുണ്ട്, സന്ദീപ് വാര്യരുണ്ട്. ഞാൻ പറഞ്ഞു അവിടെ ഇത് 36ാമത്തെ തവണയാണ് ഈ ലാവ്ലിൻ കേസ്. അപ്പോൾ സദസ്സിന്നൊരു വയസ്സം പറയാണ്, അനാവശ്യം പറയരുത്, 39 തന്നെ. 39 തവണ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചു. ഒരു ചെറുക്കൻ ഫേസ്ബുക്കിലിട്ടിരുന്നു. എന്താ ഫേസ്ബുക്കിലിട്ടത്? ഞാനെങ്ങാനും ഒരു കൊലപാതക കേസിൽ പ്രതിയാവുകയും കോടതി എനിക്കെതിരെ ശിക്ഷ വിധിക്കുകയും ചെയ്താൽ അവസാനമായി മോനെ വല്ലതും പറയാനുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് അവസാനം ഒരാഗ്രഹമുണ്ട്, ഈ ലാവ്ലിൻ കേസ് വിധി പറഞ്ഞത് കണ്ടിട്ടൊന്നും മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ വിധി വരൂല. അത് തീർപ്പാക്കിയാൽ BJPക്ക് ഗവൺമെൻറ് രൂപീകരിക്കുന്നതിൻ്റെ ഫലം ചെയ്യുന്ന ഇപ്പോഴത്തെ അവസ്ഥ മാറും. ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ഗുണമാണ് ഇപ്പോൾ കേരളത്തിൽ കിട്ടുന്നത്. അത് ചെറിയ കാര്യമല്ലാത്തത് കൊണ്ടാണ് ചെന്നിത്തലയല്ല, കുഞ്ഞാലിക്കുട്ടിയല്ല, പാണക്കാട്ട് തങ്ങളല്ല പറഞ്ഞത് ഇയാൾ മുണ്ടുടുത്ത മോഡിയാണോ എന്ന് സംശയിക്കണമെന്ന് കാനം രാജേന്ദ്രനും പന്ന്യൻ രവീന്ദ്രനും CPMൻ്റെ കൂടെ കിടക്കുന്ന CPIയുടെ നേതാക്കൾ. തൃശ്ശൂർ പൂരം കലക്കി എന്നെ തോൽപ്പിച്ചു എന്ന് സുനിൽകുമാർ, ഞാൻ ആവർത്തിച്ച് പറയാണ്. അങ്ങനെ പറയണോ? ഇടതുപക്ഷ കൂടാരത്തിൽ നിന്നൊരാൾ പറയാണ്. അതാണ് അൻവറും പറഞ്ഞത്. ഞാൻ നിലമ്പൂരിലേക്ക് തന്നെ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആ അൻവർ പറഞ്ഞ രാഷ്ട്രീയവും അത് തന്നെയാണ്. ഇതുവരെ പറയാനൊരാളുണ്ടായിരുന്നില്ല എന്നുള്ള കോലത്തിലാണ്. ഇയാളോട് പോക്ക് ശരിയല്ലെന്ന് പറഞ്ഞത് ആരൊക്കെ പറഞ്ഞു? പലരും പറഞ്ഞു. മുന്നണിക്കകത്ത് വെളിയം ഭാർഗവൻ പറഞ്ഞു, പാർട്ടിക്കകത്ത് അൻവർ പറഞ്ഞു,
പുളിക്കലകത്ത് നിയാസ് പറഞ്ഞു, വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ പറഞ്ഞു, മുന്നണിക്കകത്ത് പറഞ്ഞു, പാർട്ടിക്കകത്ത് പറഞ്ഞു, പുളിക്കലകത്ത് പറഞ്ഞു, വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനൊക്കെ പറഞ്ഞു. ആരാ പറയാത്തത്? പക്ഷെ പലരും മിണ്ടുന്നില്ല. ഈ പോക്ക് അപകടം ചെയ്യും കേരളത്തിൽ. നമ്മൾ വിചാരിച്ചതുപോലെയല്ല. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സാമുദായിക സംഘടനകളിൽ നിന്ന് പലരും അറിയാതെ ഇവർക്ക് പിന്തുണയും രഹസ്യമായും പരസ്യമായും പോകുമ്പോൾ നാശത്തിൻ്റെ കുഴി തോണ്ടാണ്. ഇവർ മുസ്ലിം സമുദായത്തിൻ്റെ മുഹിബുകളായി അഭിനയിക്കും. അത് സമർക്കന്ദിൽ ചെയ്തതാണ്, സോവിയറ്റ് റഷ്യയിൽ ചെയ്തതാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ ചോര പുരണ്ട മുസാഫ് കാണണം. വികാരത്തെ ചൂഷണം ചെയ്യും. മുസ്ലിം സമുദായത്തിൻ്റെ കാര്യം പറയും. ഇന്ന് കണ്ടോ നിങ്ങൾ, മുനമ്പം ഒരു വിഷയമായി നിൽക്കുകയാണ്. കേരളത്തിൻ്റെ പശ്ചാത്തലത്തെ മാറ്റാൻ ഉതകുന്ന രീതിയിൽ നിൽക്കുമ്പോൾ UDF-നകത്തുള്ളവർ പറയുന്നു ഇത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റും. എന്നാൽ അങ്ങനെ പറയുമ്പോൾ എന്താണ് ആ പോളിസി എന്ന് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പോ മുഖ്യമന്ത്രിയോ സംവിധാനമോ ചോദിക്കുന്നുണ്ടോ? പ്രശ്നം ലൈവാക്കി നിർത്തണം. ക്രിസ്തീയ സമുദായത്തെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ മറ്റു മതക്കാരെ എല്ലാം, അത് കേവലം ഒരു മതത്തിലല്ല. ശബരിമല ചെറിയ വിഷയമാണോ? നിലവിലുണ്ടായിരുന്ന കീഴ്വഴക്കത്തെ മറികടക്കാൻ ശ്രമിച്ചു. ആ ശ്രമത്തെ നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ പരിപ്പെടുത്ത് വറുത്ത് പൊരിച്ച് കരിച്ച് കയ്യിൽ കൊടുത്തു. വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്നു. അപകടകരമായ അവസ്ഥ ഇന്ന് നമ്മുടെ കേരളം മണക്കുകയാണ്. ആ സമയത്ത് നടക്കുന്ന ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സ്ഥാനാർത്ഥി നമ്മുടെ നയത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്, നിലപാടിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ജയിച്ചു വരണം. കേരള സംസ്ഥാനത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ അത്ഭുതം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ആവർത്തിക്കുന്നു, എല്ലാം മറക്കേണ്ട ദിവസമാണ് വോട്ടിൻ്റെ അന്ന്. എല്ലാം ഓർക്കേണ്ട ദിവസമല്ല. നമ്മൾ നിർത്തിയ സ്ഥാനാർത്ഥി ആ എണ്ണത്തിൽ ഇതുണ്ടാകണം. ഇനി ഒരു തുടർഭരണവും കൂടി ലഭിച്ചാൽ ആ ദിവസം നമ്മൾ ആരാണെന്ന് നോക്കി, സ്ഥാനാർത്ഥിയുടെ തരവും നിറവും മറ്റുള്ളതും നോക്കി നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ ശ്രമിച്ചാൽ നാശം നമുക്ക് തന്നെയാണ്. വിപത്ത് ഏറ്റുവാങ്ങേണ്ടത് നമ്മൾ തന്നെയാണ്. എല്ലാം, ഞാൻ അഴിമതി മറ്റു വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. എല്ലാം കീഴ്മേൽ മറിഞ്ഞു പോവുകയാണ് കേരളം. സാമ്പത്തിക ക്രമം ഞാൻ പറയുന്നു. ജിദ്ദയിൽ വെച്ച് എൻ്റെ സുഹൃത്തുക്കളോട് നേരത്തെ നജീബ് കാന്തപുരം സൂചിപ്പിച്ചതുപോലെ ഞാൻ അവസാനിപ്പിക്കാം. പ്രവാസികൾക്ക് കൊറോണ കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ കുറച്ചൊന്നുമല്ല. ലീക്ക് വീരാൻ്റെ ദുബായ് കത്ത് പോലെയായിരുന്നു. ഞാൻ അത് തരും, ഇത് തരും, പ്രവാസിക്ക് അത് തരും, വിദ്യാഭ്യാസ കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് പ്രത്യേക ചികിത്സ പറഞ്ഞു, നിങ്ങളുടെ പുനരധിവാസം പറഞ്ഞു, നിങ്ങൾക്ക് സ്വന്തമായുള്ള ഏർപ്പാടിൻ്റെ കാര്യം പറഞ്ഞു. എന്തെങ്കിലും നടപ്പിലായോ? എല്ലാം അവതാളത്തിലാണ്. ഈ സുന്ദരമോഹന വാഗ്ദാനങ്ങൾ മാത്രം. വയനാടിൻ്റെ ഭാഗവും കൂടിയാണ്. നമ്മുടെ കോൺഗ്രസും നമ്മുടെ മുസ്ലിം ലീഗും പുനരധിവാസത്തിന് വേണ്ടി എടുത്ത ഭൂമി, വീട്, സംവിധാനം അല്ലാതെ മറ്റെന്താ ഉള്ളത്? ഒരു സർക്കാരാണ് പരാജയപ്പെട്ട് നിൽക്കുന്നത്. ഒരു സർക്കാർ. എത്രയെത്ര ആളുകൾക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടു. ഇതുവരെ ഒന്നുമില്ല. മുഖ്യമന്ത്രിയും നല്ല വർത്താനം പറഞ്ഞു, പ്രധാനമന്ത്രിയും പറഞ്ഞു. ഫലത്തിൽ വല്ലതും കിട്ടിയോ? മുമ്പൊരു കല്യാണം നടന്ന വീട്ടിൽ മോൾക്ക് എന്തൊക്കെ നൽകും എന്ന് വരൻ്റെ ആളുകൾ വധുവിൻ്റെ ബാപ്പാനോട് ചോദിച്ചു. വധുവിൻ്റെ പിതാവ് പറഞ്ഞു 5 പവൻ്റെ ഒരു ചെയിന്, ഓരോ പവൻ്റെ 10 വള വീതം കൈമൽ, 3 പവൻ്റെ 2 പാദസരം, പിന്നെ ഒരു കഴുത്തിൽ കെട്ടി, ഒരു ഇറക്കിക്കെട്ടി. എന്നിട്ട് പറഞ്ഞു, ഇപ്പം ഈ പറഞ്ഞതല്ലാതെ വേറൊന്നും പ്രതീക്ഷിക്കണ്ടായിരുന്നു.
മണിയറയിൽ മണവാട്ടി വന്നപ്പോൾ എല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ ആഭരണങ്ങളായി. എന്തേ നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കാഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ വധുവിൻ്റെ പിതാവ് പറഞ്ഞത്, ഇപ്പം ഈ പറച്ചിലല്ലാതെ വേറൊന്നുമില്ല, പറച്ചിൽ തന്നെ, കൊടുക്കലില്ല, അതിൻ്റെ പരിപാടി. അതുതന്നെയാണ് വയനാട് നമ്മൾ കണ്ടത്. ഒരു സർക്കാർ സംവിധാനമാണ് പരാജയപ്പെട്ടത്. പ്രവാസ ലോകത്ത് നിന്ന് നമ്മൾ സഹായിച്ചു. പാണക്കാട്ട് തങ്ങൾ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, രാഹുൽ ഗാന്ധി, എത്ര വീടുകൾ സ്വന്തമായി. നമ്മുടെ കോൺഗ്രസ് സംവിധാനം, ലീഗ് സംവിധാനമൊക്കെ അവിടെ പുനരധിവാസത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു. ഇതിങ്ങനെ ലൈവായി നിർത്തുകയാണ്, ലൈവായി നിർത്തുക. ലൈഫ് പദ്ധതിയൊക്കെ താളം തെറ്റി. ലൈഫ് ഭവന പദ്ധതി എല്ലാം തകിടം മറിഞ്ഞു. ഒന്നും കൊടുക്കൂല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അങ്ങനെ പറയും, പാസ്സായിക്കണട്ടോ, പാസ്സായിക്കണട്ടോ. ഞാൻ അറിയുന്ന ഒരു പിശുക്കനായൊരു മനുഷ്യൻ, അയാൾ തൻ്റെ ജോലിക്കാരന് ഒരു പൊറോട്ട ഇട്ട് കൊടുക്കും. പണി കഴിഞ്ഞാൽ ഒരു പൊറോട്ട, എന്നിട്ട് പിന്നിൽ നിന്നിട്ട് പറയും, വയറിറച്ചി തിന്നട്ടാ, വയറിറച്ചി തിന്നട്ടാ എന്ന്. ആകെ ഒരു പൊറോട്ട കൊടുക്കുള്ളൂ എന്നോ പറയും. കൊടുക്കില്ല. എന്തെല്ലാം അവതാളത്തിലായി. പെൻഷൻ സംവിധാനം, റേഷൻ സംവിധാനം, കിറ്റ് കൊടുത്ത കാര്യം, എല്ലാറ്റിലും ഓരോരുത്തർക്കും കടങ്ങൾ. നമ്മുടെ നാട്ടിലെ റോഡ് സംവിധാനം ഇങ്ങനെയല്ല ആയത്. എല്ലാവരും എല്ലാറ്റിൻ്റെയും കുത്തക അവകാശപ്പെട്ട് വരികയാണ്. NH കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, ഇത് നിങ്ങളതല്ല, ഇത് കേന്ദ്രത്തിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞു, മരുമകൻ, ഇത് നമ്മൾ തന്നെയാണ്. പക്ഷെ കേടുവന്നപ്പോൾ പറഞ്ഞു, ഇത് നമ്മളതല്ലാന്ന്. അതാ രസം. നന്നായാ നമ്മൾ, പിന്തുണച്ചാലും ഇതെന്നെ സ്ഥിതി. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇവരെല്ലാറ്റിനും കൊളാക്കുകയാണ്. വഖഫിൽ തൊടുന്നു, BJP ചെയ്യുന്നത് പോലെ ഇവിടെയും തൊടുന്നു. വഖഫിൽ തൊടുകയാണ്. എന്നാൽ ഇവർക്ക് പിന്തുണ നൽകുന്ന ആരെങ്കിലും ഇതേക്കുറിച്ച് പറയുന്നുണ്ടോ? പയ്യന്നലിൻ്റെ ഒരു മന്ത്രി ഉണ്ടായി അല്ലേ, ദേവർകോവിൽ. ഞാൻ കാസർകോട്ടേക്കുള്ള യാത്രയിൽ നാഗർകോവിൽ എക്സ്പ്രസ്സിൽ വെച്ച് ഈ ദേവർകോവിലിനെ കണ്ടു. പൊന്നുമക്കളെ, ഒരു നിലപാട് ആരെങ്കിലും പറയുന്നുണ്ടോ? ആരും പറയുന്നില്ല. അവരുടെ അടിമയായി മുഖ്യമന്ത്രി എന്തു പറയുന്നുവോ അതുപോലെ കഴിയാണ്. തൻ്റെ സംവിധാനങ്ങൾ, തൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രം ഒരു ഭരണം. മറ്റാരെയും അംഗീകരിക്കുന്നില്ല. ആ കുടുംബത്തിലേക്കൊരു ബന്ധം നടത്തിയാൽ അവർ മാത്രം രക്ഷപ്പെടുന്ന സാഹചര്യം. ഇയാൾക്ക് കേസിൽ ആനുകൂല്യം, മകളുടെ കേസ് മാറ്റിവെക്കുന്ന സാഹചര്യം. AI ക്യാമറയിൽ അഴിമതി നടന്നു എന്ന് കണ്ടെത്തിയപ്പോൾ അതിൻ്റെ കാശൊക്കെ ഒപ്പിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സംവിധാനം മുഴുവനായിട്ടില്ല. പക്ഷേ ശരിയായ ഓണർക്ക് കാശോട്ട് കിട്ടിയിട്ടുമില്ല. ആരാണ് ഒപ്പിട്ട് വാങ്ങിക്കൊണ്ടുപോയതെന്ന് ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ കണ്ടത് ഇയാളുടെ മകൻ കല്യാണം കഴിച്ച വീട്ടിലെ അമ്മോശൻ. അപ്പോൾ ആ ഹോണറബിൾ ഫാമിലിക്ക് മാത്രം രക്ഷ. ഞാൻ പറയാറുണ്ട്, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എന്നോട് ചോദിച്ചു, എന്താവാനാ ആഗ്രഹം? അധ്യാപകനാവാൻ. മനോജ്, നിനക്കെന്താവാനാ ആഗ്രഹം? ഡോക്ടറാവാൻ. അബൂബക്കർ, നിനക്കെന്താടാ മോഹം? എനിക്ക് എൻജിനീയർ ആവാനാണ് സാറേ മോഹം. ഉടനെ മാഷ് ചോദിച്ചു, സുരേഷ്, നിനക്ക് എന്താവാനാ മോഹം? സുരേഷ് പറഞ്ഞു, എനിക്ക് ഡോക്ടറും വേണ്ട, എൻജിനീയറും വേണ്ട, മാഷും ആവണ്ട. എനിക്ക് കാറും ബംഗ്ലാവും റിസോർട്ടും ഒക്കെ ഉള്ള ഒരു നല്ല പണക്കാരനാവാനാണ് മോഹം. ഉടനെ അടുത്തിരിക്കുന്ന പെൺകുട്ടി ശ്രീകലയോട് ചോദിച്ചു അധ്യാപകൻ, മോളെ ശ്രീകല, എൻ്റെ കുട്ടിക്ക് എന്താവാനാ മോഹം? അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ആ ഇരുന്ന സുരേഷിൻ്റെ ഭാര്യയാവാനാണ് എനിക്ക് ആഗ്രഹം എന്നാണ്. കാരണം ഓൻ്റെ ഒപ്പം കൂടിയ ഓളും കഴിച്ചില്ലാകും. ഈ ഫാമിലിയുടെ കൂടെ ഒട്ടി നിന്നാൽ അവർ മാത്രം രക്ഷപ്പെടുന്നു, അല്ലാത്തവരെല്ലാം അവതാളത്തിലാകുന്നു. നമ്മുടെ സർവീസ് രംഗത്ത് ജോലി ചെയ്യുന്നവർക്കറിയാം, പെൻഷൻ സമ്പ്രദായം എല്ലാം കീഴ്മേൽ മറിഞ്ഞു. കേരളത്തിൻ്റെ സാമ്പത്തിക ക്രമം അട്ടിമറിഞ്ഞു. ഭക്ഷ്യശൃംഖല എല്ലാം അവസാനിച്ചു. ആഭ്യന്തരം, രക്തപങ്കിലമായ ആഭ്യന്തര വകുപ്പ്, അനാരോഗ്യമുള്ള ആരോഗ്യ വകുപ്പ് എല്ലാം അവതാളത്തിലായി.
രക്തപങ്കിലമായ ആഭ്യന്തരവും അനാരോഗ്യമുള്ള ഈ ആരോഗ്യ വകുപ്പും വിദ്യയും അഭ്യാസവും നിറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പും ഒക്കെയായി കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നോക്കാനും പറയാനും ചെയ്യാനും ആളില്ലാത്തൊരു കോലത്തിൽ പോവുകയാണ്. ഈ സമയത്ത് കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷയർപ്പിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തെ അവരുടെ പറുദീസയാക്കി മാറ്റുന്നതിന് ഈ ചട്ടുകം ഉപയോഗപ്പെടുത്തുമ്പോൾ നിലമ്പൂരിലടക്കം സ്ഥാനാർത്ഥിയെ നിർത്താതെ എങ്ങനെ ഇടതുപക്ഷത്തെ സഹായിക്കാം എന്ന ചിന്തയിലേക്ക് ആളുകളെ പരിവർത്തിപ്പിച്ചെടുക്കാൻ മലബാറിൻ്റെ മണ്ണിൽ വരെ ഈ സംവിധാനം ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണർന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച് വോട്ടിനെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു സുവർണാവസരമാണ് നിലമ്പൂരിലെ വോട്ടർമാർക്ക് വന്നിട്ടുള്ളത്. ജനാധിപത്യ ചേരിയുടെ ഒരു കാലത്തെ എല്ലാമെല്ലാമായ ശ്രീമാൻ ആര്യാടൻ മുഹമ്മദിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ, എൻ്റെ സുഹൃത്ത് പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ എൻ്റെ മുസ്ലിം ലീഗുകാരെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് അറിയിക്കുകയും അതുപോലെ പറ്റാവുന്നവരൊക്കെ നാട്ടിലെത്തി വോട്ട് ചെയ്യുകയും ചെയ്ത് ഇത് പാണക്കാട് തങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥിയാണ് എന്ന ഓർമ്മയിൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നും പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു എന്നറിഞ്ഞേ നിങ്ങൾ വിശ്രമിക്കാവൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും. നന്ദി. ജയ് UDF. അസ്സലാമു അലൈക്കും.